ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഉത്തരം ഗാന്ധിജി. ഉപ്പ് സത്യാഗ്രഹം ഇന്ത്യയിൽ നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഗുജറാത്തിലെ ഡണ്ടി കടപ്പുറത്തിൽ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഗാന്ധിജി എത്ര തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്? ഉത്തരം 5 തവണ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്ന വർഷം 1920, രണ്ടാമത് 1925, മൂന്നാമത് 1927, നാലാമത് 1934, അഞ്ചാമത് 1937. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകാൻ. ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര്? ഉത്തരം കെ മാധവൻ നായർ. പോരാ പോരാ നാളിൽ നാളിൽ ദൂരാ ദൂരാ ഉയരട്ടെ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ശില്പി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം? ഉത്തരം നവംബർ 11. ആരുടെ ജന്മദിനമാണ് വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ഉത്തരം C രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം മഹാദേവ ദേശായി. ഗാന്ധിജിയുടെ ജീവചരിത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഉത്തരം കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഉത്തരം കെ മാധവൻ നായർ. പറങ്കിപ്പടയാളി, കേരള സിംഹം എന്നീ നോവലുകൾ എഴുതിയത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്തറിൽ. ലോക അഹിംസാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 2. ഗാന്ധിജിയെ കൂടാതെ ഒക്ടോബർ 2 ജന്മദിനം ഉള്ള സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. സബർമതി ആശ്രമം രൂപീകരിച്ച വർഷം എന്നാണ്?
ഉത്തരം 1917. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവത്തെ ആണ് ലോർഡ് ഇർവിൻ പ്രഭു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹത്തെ. ഉപ്പു സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ ജയിലിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം അബ്ബാസ് തിയാബ്ജി. ഗാന്ധിജി ആദ്യമായി INC പ്രസിഡന്റ് ആയ വർഷം എന്നാണ്? 1924. നെഹ്റു ആദ്യമായി INC പ്രസിഡന്റ് ആയ വർഷം എന്നാണ്? 1929.